അപ്പം ചങ്ങായിമാർ ഒരു മനുഷ്യനെ കാണാനില്ല കേട്ടോ ഇവിടെ. ഇതിപ്പോൾ ഒരു വണ്ടികൾ മാത്രം, ഒരു മനുഷ്യനില്ലേ. മറ്റേ ഒരു അമേരിക്കൻ വെബ് സീരീസ് ഉണ്ട്, വാക്കിംഗ് ഡെഡ്, അതേപോലെ ആയിപ്പോൾ. ഞാൻ കുറച്ച് നേരത്തെ ആയി തോന്നുന്നു വന്നത്. ഒന്നാമത് റമദാൻ മാസമല്ല, അതുകൊണ്ടാവും ചിലപ്പോൾ ലോറിസ്കരിച്ചിട്ടേ കയറും. ഇപ്പോൾ ഇനി ലോറിസ്കരിച്ചാൽ കുറച്ചും കൂടെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ കയറാൻ. ഏതായാലും ലൊക്കേഷൻ ഇവിടെയാണ് കാണിച്ചത്, ലൊക്കേഷൻ വിട്ടുന്നത് ഇവിടെയാണ്. അപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവനക്കൊന്ന് വിളിച്ചിട്ട് ചോദിച്ചു നോക്കട്ടെ എങ്ങനെ ഏതാന്നൊക്കെ, അവൻ്റെ കട എവിടെയെന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ ഇതിന് മുമ്പ് ഒരു വർഷം ഞാൻ ഇവിടെ ഫുള്ള് കളിച്ചു. ഇപ്പോൾ 12-3 ഒരു വർഷത്തോളം ഞാനിവിടെ മൊത്തം കളിച്ചിരുന്നൊരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ ഈ ഏരിയ കുറച്ചൊക്കെ എനിക്കറിയാം. ഏതായാലും ഞാൻ അവനക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയെന്താണെന്ന് വെച്ചാലേ, ഞാനിവിടെ ഒരു വണ്ടി പെയിൻ്റ് അടിച്ചിട്ട് കണ്ട്, നല്ല രസമുള്ള നല്ല അടിപൊളി പെയിൻറ്റ്. അപ്പോൾ അത് ലെക്സസ് ആണ് സംഭവം. പക്ഷെ എനിക്ക് അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വില പിടിപ്പുള്ള വണ്ടി ഈ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്തുകൊണ്ട് ഇത്രയും നല്ല രസമുള്ള പെയിൻ്റ് അടിച്ചുകൊണ്ട് ഈ പൊടി പാറുന്ന സ്ഥലത്തൊക്കെ ഇട്ടുകൊണ്ട് ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല ബൂത്തും കാര്യങ്ങളും, പെയിൻറ്റിങ്ങും ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ വണ്ടീൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്ക് ഡോറിൻ്റെ ഈ അത് ലോക്ക് ആയിക്കണം, അത് ഡോറ് തുറക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. അപ്പം ഞാൻ ഈ വണ്ടിയാണ് നോക്കണത്. നമ്മളെ നാട്ടിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുവിധം വർക്ക്ഷോപ്പിലൊക്കെ ഇപ്പോൾ ബൂത്തുണ്ട്, പെയിൻറ്റിങ് ബൂത്തുണ്ട്. അതിലൊക്കെ ഇട്ടുകാണ്ട് നല്ല പൊടിയൊന്നും പാറാതെ ഡസ്റ്റൊന്നും ഇല്ലാതെ അടിച്ച് പോളിഷ് ചെയ്ത് വിടുന്ന സംഭവമാണ് ഇത്. ഈ വെയിലത്ത് ഇട്ടിക്കണത് ലെക്സസിൻ്റെ വണ്ടിയാണ്. ഏതായാലും സമ്മതിക്കണം കേട്ടോ. പിന്നെ ഈ ലോക്കൽ വർക്ക്ഷോപ്പിലാകുമ്പോൾ വലിയ റേറ്റും കാര്യങ്ങളൊന്നും വേങ്ങില്ല. ലെക്സസൊക്കെ കമ്പനിയിൽ നിന്ന് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നല്ല റേറ്റും കാര്യങ്ങളാവും. അതാവും ഇവിടെ ഇട്ടിക്കണം, അല്ലാതെ അങ്ങനെ ഇടൊന്നുമില്ല. വർക്ക്ഷോപ്പ് ഇതാണ് തോന്നുന്നത്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇത് ഞാൻ വരേണ്ട വർക്ക്ഷോപ്പല്ല കേട്ടോ, ഈ വണ്ടി പെയിൻ്റ് അടിച്ച വർക്ക്ഷോപ്പ്. ഇതൊക്കെ പൂട്ടിയിട്ടതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികളുണ്ട്. സംഭവം പെയിൻറ്റിങ് ഷോപ്പ് തന്നെയാണ് തോന്നുന്നത്. പെയിൻ്റ് അടിച്ച വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ കവർ ചെയ്തിട്ടിരിക്കണേ, പ്രൈമർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ എനിക്ക് ഏകദേശം ഒരു ഇതൊക്കെ പരിചയമുണ്ട്. അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ 2022 2022 തോന്നുന്നത് ഞാനിവിടെ കമ്പനിക്ക് വരുന്നത്, ഈ റൊട്ടി പറഞ്ഞാൽ കുബൂസിൻ്റെ കമ്പനിക്ക്. അതാ കൊറോണൻ്റെ ഒക്കെ ഒരു ടൈമാണ്. കൊറോണ പറ്റ മാറിയിട്ടൊന്നുമില്ല. മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട്. അതുപോലെ സൗദി അറേബ്യക്ക് വരണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വരാൻ പറ്റില്ല, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്ത് പോയിക്കാണ്ട് വരണം. അപ്പോൾ ഞാൻ വന്നത് ദുബായ് വഴിയായിരുന്നു. ദുബായിൽ പോയിട്ട് ദുബായിൽ ഒരു മാസം നിന്നതിൻ്റെ ശേഷം അവിടെ ഒരു മാസം നിന്നതിൻ്റെ ശേഷം പിന്നെ അവിടെ നിന്ന് സൗദി അറേബ്യക്ക് നമ്മൾ വരണില്ല ആ ടൈമിൽ. അങ്ങനെ വേറെ ഒരുപാട് രാജ്യത്ത് കൂടെ വരാനുള്ള അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. ഞാൻ ആ ടൈമിൽ അങ്ങനെ ദുബായിലൊരു മാസം നിന്ന് ദുബായൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വിസിറ്റിങ്ങിന് പോയിട്ടൊന്നും ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഏതായാലും അവിടെ നിന്ന് പോന്നു. സൗദി അറേബ്യയിലെത്തി, കമ്പനിയിലെത്തിയപ്പോൾ ആ ടൈമിൽ എൻ്റെ അടുത്തൊരു പഴയ വണ്ടിയായിരുന്നു കമ്പനിയിൽ. നമ്മൾ ഫസ്റ്റ് വരില്ലേ, അപ്പോൾ എൻ്റെ അടുത്തൊരു പഴയ വണ്ടിയായിരുന്നു. അതാണെങ്കിൽ ഡെയിലി എന്തെങ്കിലുമൊക്കെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ടയർ പഞ്ചറാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നം കാര്യങ്ങൾ. ഒരു ഹെഡ്ലൈറ്റ് കത്തൂല, ആ ഹെഡ്ലൈറ്റ് ശരിയാക്കുമ്പോൾ മറ്റേ ഹെഡ്ലൈറ്റ് കത്തൂല, അത് രണ്ടും ശരിയാക്കിയ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ കത്തൂല, ഇൻഡിക്കേറ്റർ ശരിയാക്കിയ ബ്രേക്ക് ലൈറ്റ് കത്തൂല. അങ്ങനെ ഡെയിലി ഓരോ വിഷയത്തിനായിട്ട് വരും. അപ്പോൾ ഈ ടൈമിലിപ്പോൾ ഇവിടെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പകൽ തിരക്കില്ല. ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു 5 മിനിറ്റ് പരിപാടിക്ക് 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അമ്മാതിരി തിരക്കിക്കാരം. വണ്ടി കുത്താൻ സ്ഥലമില്ല, കാല് കുത്താൻ സ്ഥലമില്ലാത്ത തിരക്കിക്കാരം. അപ്പോൾ നമ്മൾ വന്നേക്കന്നെ ശരിയാക്കി കിട്ടില്ലല്ലോ. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും വർക്ക്ഷോപ്പിൽ. അപ്പം ഇങ്ങനെ പല ദിവസവും ഓരോ ദിവസം വരുമ്പോൾ ഓരോ വഴിക്ക് വരിക. അങ്ങനെ ഇവിടെ ഏകദേശം ഇങ്ങനെ കുറേയൊക്കെ ലെവലായിരിക്കും, കുറേയൊക്കെ സ്ഥലങ്ങൾ ഹറാജ് എന്നാണ് പറയുക കേട്ടോ. ഇവിടെ വണ്ടീൻ്റെ എല്ലാ കാര്യങ്ങളും, വണ്ടീൻ്റെ എല്ലാ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ, പുതിയ വണ്ടികൾ, വണ്ടീൻ്റെ എല്ലാ പരിപാടിയും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇവിടെ പരിചയം എന്ന് പറയാം. എന്തായാലും ഓൻ വരണമെന്നും കാണാമല്ലോ. എന്നോട് പറഞ്ഞത് ഇവിടെ നിൽക്കാനാണ്, വെയിറ്റ് ചെയ്യാനാണ് ഞാൻ വരാൻ. ഓൻ വരണമെന്നും കാണാമല്ലോ. അപ്പോൾ ഞാൻ എനിക്കൊന്ന് വിളിച്ചിട്ടേ അവൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. അല്ലാതെ നടക്കൂല. ഒരു വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് മടുക്കും. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വേറെ 1-2 വണ്ടി പെയിൻ്റ് അടിച്ച് കണ്ടിട്ട് കണ്ട്.
അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ. കാരണം അങ്ങനത്തെ വണ്ടികൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം ഞാൻ നാട്ടിൽ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പണി തന്നെ എടുത്തിരുന്നത്, ഈ കാറിൻ്റെ സ്പ്രേ പെയിൻറ്റിങ്. അപ്പോൾ ഞാനതിന് ഒഴിവാകാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഡസ്റ്റ് അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പിന്നെ എന്താ പറയുക, ഈ പുട്ടി വർക്കൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബോഡി ഫില്ലറിൻ്റെ ഇതുണ്ടാവില്ല പൊടി, അത് അടിച്ചിട്ട്, അതുപോലെ സ്പ്രേ പെയിൻ്റ് പറയുമ്പോൾ പെയിൻ്റ് തന്നെ ഇങ്ങനെ സ്പ്രേ ആയിക്കാണ്ടല്ലേ വരുന്നത്. അതൊക്കെ ആയിട്ട് എനിക്ക് ഒരു ആഴ്ചയിൽ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ലീവ് എടുക്കേണ്ട സാഹചര്യം വരും. ലാസ്റ്റ് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, പിന്നെ ഈ അലർജിയും കാര്യങ്ങളുള്ളതുകൊണ്ട് ആ വർക്ക് മാറ്റി പിടിക്കണം എന്നുള്ളത്. കാരണം അത് ഭാവിയിൽ ഭയങ്കര വിഷയം വരും. പിന്നെ നമ്മളെ കിഡ്നിക്ക് ഭയങ്കര വിഷയമാണ്. അപ്പോൾ ആ വിഷയം കൊണ്ട് ഞാൻ ആ പരിപാടി ഒഴിവാക്കിയത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വണ്ടി പെയിൻ്റ് അടിച്ച് കിടക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോയി കാണൽ. അപ്പോൾ ഞാൻ വേറെ 1-2 വണ്ടി ഇവിടെ പെയിൻ്റ് അടിച്ച് കിടക്കണുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കാം നമുക്ക് പോയി നോക്കാം. അത് വണ്ടി ലോക്ക് ചെയ്യണം. വണ്ടി ലോക്ക് ചെയ്യാതൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല. കാരണം ഒന്ന് കണ്ണ് തെറ്റിയാൽ പിന്നെ വണ്ടി കിട്ടൂല. പിന്നെ 5 മിനിറ്റിനുള്ളിൽ പൊളിയും കഴിഞ്ഞിട്ടുണ്ടാവും. പൊളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരഞ്ഞു നോക്കിയാലും കൂടെ കിട്ടൂല. അങ്ങനെ ഒരു വിഷയമുണ്ട് ഇവിടെ, വണ്ടി ലോക്ക് ചെയ്യാതെ പോയാൽ. അപ്പോൾ ഇതാണ് ഞാനത് കണ്ട വണ്ടി. നല്ലൊരു കോഫി കളർ ഇട്ടാ, കല്ല് ഇഷ്ടപ്പെട്ട്, നല്ല രസമുള്ള ഗ്ലേസിങ്. ഇത് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് ക്ലിയർ കോട്ടൊക്കെ അടിച്ചിട്ട വണ്ടിയാണ്. നല്ല രസമുള്ള പെയിൻറ്റ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ പൊടി പാറിനോടത്തൊക്കെ ഇട്ടുകൊണ്ട് അടിക്കണമെന്നാവോ സംഭവം. അത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടുകൊണ്ട് അടിച്ചു തന്നെയാണ്. കാരണം വേറെയും വണ്ടി ഇവിടെ ഇട്ട് അടിക്കണത് ഞാൻ കണ്ട്. ഏതായാലും ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റും കാര്യങ്ങളും, നല്ല രസമുള്ള പെയിൻറ്റ്. ഇവിടെ തന്നെ പ്രൈമറൊക്കെ വാഷ് ചെയ്ത് ലാസ്റ്റ് സ്പോട്ട് പൊട്ടിട്ട് വെച്ചത്. അതുകൊണ്ട് കാരണം ഇതൊക്കെ ഇവിടെ ഇട്ട് കണ്ട് അടിച്ചതാണ്. കവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഇട്ട് അടിച്ചതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ വർക്ക്ഷോപ്പൊന്നും ഇല്ല. ഒരുവിധമുള്ള വർക്ക്ഷോപ്പിലൊക്കെ പിന്നെ ഇതുണ്ട്, ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രൈമർ അടിച്ചിട്ടതാണ് കേട്ടോ. ഇവിടെ ഒരുത്തന് അവിടെ തന്നെ ഇരുന്ന് കണ്ട് വണ്ടീൻ്റെ ഗ്രില്ലൊക്കെ കവർ ചെയ്ത് കണ്ട് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്, മാറ്റ് ബ്ലാക്ക് അടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു. ഒക്കെ സംഭവം ഇവിടെ തന്നെ, ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും, അതിൻ്റെ ഇടയിൽ മെക്കാനിക്ക്, പിന്നെ വയറിങ്ങിൻ്റെ വർക്ക്, മറ്റുള്ള വർക്ക്, വലിയ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ലോക്കൽ വർക്ക്ഷോപ്പല്ലേ, പിന്നെ എല്ലാ കാര്യങ്ങളും ലീഗലായിട്ടും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവുകയെ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ആളുകൾ കേൾക്കേണ്ടി വരുന്നത്. പിന്നെ റേറ്റും കുറവായിക്കാരം, പിന്നെ പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരിതുണ്ടാവും. പിന്നെ കമ്പനിയിലൊക്കെ കൊടുത്താൽ ഒരുപാട് ദിവസം പിടിക്കുകയെ. അപ്പോൾ ഏതായാലും ഇവൻ ഇവിടെ ഇരുന്ന് ചെയ്യണ പരിപാടിയൊക്കെ ഞാൻ 2-3 വർഷത്തോളം നാട്ടിൽ ചെയ്തിനേനു. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒരു ആകാംക്ഷ. അപ്പോൾ നമ്മളെ വണ്ടിമേ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ വണ്ടിമേ ഒരു യമനിയാണ് പണിയെടുക്കുന്നത്. അവൻ്റെ പേര് ഷാഹിദ് എന്നോ ആണ് തോന്നുന്നത്. അപ്പം ഞാനിങ്ങനെ അവന് വണ്ടി ഡോറും കാര്യങ്ങളും ഡോർപാടൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. അവന് 10 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയണത്. അവൻ്റെ ചെറുപ്പകാലത്ത് വന്നതാണ് സാറേ. അപ്പോൾ ഞാനും അവൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവനക്ക് 2000 റിയാൽ സാലറി, പിന്നെ രാവിലെ ഫുഡുണ്ട്, റൂം, പിന്നെ അവൻ്റെ അവന് ഫാമിലി ഇവിടെ ഉണ്ട് കാരണം ഉമ്മിപ്പൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അവിടെ പോയി കിടക്കലാണ് ആറ്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് കണ്ട് അവൻ്റെ എക്സ്പീരിയൻസ് 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് കണ്ട് 2000 റിയാൽ ഈ പൊരി വെയിലത്ത് പണിയെടുക്കണത് ഒരു എന്താ പറയുക, എനിക്കറിയില്ല. ഓനങ്ങനെ ഏതായാലും ഓന് ഇരുന്നിട്ടും കുറേ കിടന്നിട്ടൊക്കെ കൂടായിട്ട് ഇങ്ങനെ ഇപ്പം മല്ല് കെട്ടുണ്ട്. എന്തൊക്കെയാണ് ഫുള്ള് അയച്ച് ഒഴിവാക്കി എടുത്തിട്ടിക്കണം. സമയം ഇവിടെ 1:35 നല്ല നട്ടുച്ച പൊരി വെയിൽ. ഏതാ വണ്ടി പ്രാഡോ. അങ്ങനെ ഏതായാലും എൻ്റെ സാധനം വേഗം വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് വന്നതാണ്. ഓനതാ 2 കേബിളേറ്റ് കണ്ട് ഓന് മുമ്പിലുണ്ട്, ഞാൻ ബാക്കിലുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നിട്ട് ഇവിടെ ഒക്കെ അന്വേഷിച്ചിട്ട് റേറ്റിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 100 റിയാൽ 175 റിയാൽ, ഭയങ്കര വ്യത്യാസം. അങ്ങനെ ഏതായാലും സാധനം കിട്ടിയെന്ന് പറയാൻ ഭയങ്കര കഴുത്തറപ്പം പരിപാടിയുണ്ട് ഇവിടെ. ഭയങ്കര ഒരിടത്ത് 100 റിയാൽ പറഞ്ഞിടത്ത് മറ്റുള്ളിടത്ത് 145, ഒരിടത്ത് 175 റിയാൽ.
ഏതായാലും സാധനം വാങ്ങി. അപ്പോഴാണ് ഞാനിവിടെ ഒരുത്തനൊരു വണ്ടിമേ പിന്നെ പുട്ടി വാഷ് ചെയ്യുന്നുണ്ട് ഒരു തലക്ക് ഒരുത്തന്. പിന്നെ ഇവൻ ഇവിടെ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ബാക്കിൽ അവിടെ ഒരുത്തന് പോളിഷ് ചെയ്യുന്നുണ്ട്. പെയിൻ്റ് അടി കഴിഞ്ഞത് പോളിഷ് ചെയ്യണോ അതോ ഇനി പിന്നെ പെയിൻ്റ് അടിക്കാതെ പോളിഷ് ചെയ്യണമെന്നറിയില്ല. ഏതായാലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂട്ടിനോട് പറഞ്ഞേച്ച് എടുത്തോ, കച്ചവടമാക്കാനുള്ള സ്കൂട്ടിന്ന് പറഞ്ഞു. അത് നമുക്ക് വേണ്ട. അങ്ങനെ ബാക്കത്തെ ഡോറ് റെഡിയാക്കി. അപ്പോൾ പറഞ്ഞ് മുന്നത്തെ ഡോറും കൂടെ ഒന്ന് റെഡിയാക്കണം, അല്ലെങ്കിൽ അതിന്മേൽ സൗണ്ട് ഉണ്ട്, അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പഴയ മറ്റേ ഡോറിൻ്റെ മാതിരി തന്നെ ആവുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ പാസഞ്ചർ സൈഡത്തെ ഡോറും കൂടെ ഒന്ന് റെഡിയാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഡോർപ്പാടും കാര്യങ്ങളൊക്കെ അയച്ച് ഫുള്ള് സെറ്റാക്കി. അങ്ങനെ ഈ കണ്ട സാധനങ്ങളൊക്കെയാണ് ബാക്കിൽ നിന്ന് പോരിയെടുത്തേക്കണം. അതൊക്കെ മാറ്റി ഇനിയിപ്പോൾ ഇതിൻ്റെതും അതൊക്കെ മാറ്റണം. ഏകദേശം ഒരു 500 റിയാലിൻ്റെ പരിപാടി, സാധനങ്ങൾ മാത്രമായിട്ടാണ്. സ്പെയർ പാർട്സിന് മാത്രം 500 റിയാലായി. അങ്ങനെ ചങ്ങന്മാരെ പരിപാടി കഴിഞ്ഞപ്പോൾ സമയം 4:45. ഞാൻ വിചാരിച്ചിരുന്ന ഒരു അരമണിക്കൂറത്തെ പരിപാടി ഉണ്ടാവുള്ളൂ. അപ്പോൾ വന്നിട്ട് നമ്മൾ ആ കംപ്ലൈൻറ്റുള്ള ഡോറ് നോക്കിയാൽ പോകാൻ പറഞ്ഞു. ഫ്രണ്ട് ഡോറ്, ഡ്രൈവർ സീറ്റ്, പാസഞ്ചർ സീറ്റിൻ്റെ അടുത്ത ഡോറും ഇതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവും, അതുകൊണ്ട് അതും കൂടെ റെഡിയാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതും റെഡിയാക്കി. അങ്ങനെ ഭയങ്കര വെയിലും കാര്യങ്ങളും നോമ്പൊക്കെ കൂടെ ആയിട്ട് ഏതായാലും കഴിഞ്ഞ അൽഹംദുലില്ലാ ഇനി വീട്ടിൽ പോവാം. ഞാനിവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് വണ്ടിരാജ് എന്നാണ്. ഇവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നൊക്കെ ഉണ്ടായിന്. ചിലപ്പോൾ ഒരു കുറച്ച് മാസത്തിനുള്ളിൽ ഇവിടെയൊക്കെ പൊളിച്ചു പോകുമെന്ന് പറഞ്ഞു കേട്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച മാതിരിയല്ല. ടൈം ഒരുപാടായി. ടൈം ഒരുപാട് നേരം വൈകിപ്പോയി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിന് പഴയ കമ്പനിയിൽ പോകണമെന്നൊക്കെ ഉണ്ടായിന്, അതിനൊന്നും നടന്നില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ വീട്ടിൽ പോവുകയാണ്. സൗദി അറേബ്യയിൽ മാത്രം കാണാൻ പറ്റുന്ന സൈൻ ബോർഡാട്ടത്, മക്ക മുക്കറമ മദീന മുനവറ. അപ്പോൾ ചങ്ങന്മാരെ പിന്നെ അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ നേരെ മക്കത്തേക്ക് വന്നു നടക്കും. അപ്പോൾ മക്കത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ കഫീലിൻ്റെ പിന്നെ ഭാര്യ വീട് ഇവിടെയാണ്, അതുപോലെ ഓരോ ഫാമിലി കാര്യങ്ങളൊക്കെ അധികം ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല അധികം. അപ്പോൾ ഞാൻ 1-2 സാധനങ്ങൾ ഇവിടെ കൊടുന്നെടുക്കാണ്ട് അതിന് വേണ്ടി വന്നതാണ്. പിന്നെ ഇവിടെ റമദാൻ മാസം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവസാനത്തെ 10 അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചതെന്നുണ്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ട്. പക്ഷേ അതിനൊന്നും പറ്റിയില്ല, കാരണം ഞാൻ നല്ല ടയർഡായിന്. രാവിലെ മുതൽ വർക്ക്ഷോപ്പിലായിരുന്നല്ലോ. പിന്നെ വെയിലും നോമ്പും ഒക്കെ കൂടെ ആയിട്ട് ആകെ ടയർഡായി. പിന്നെ അങ്ങനെ ഇവിടെ വന്ന് കണ്ട് നോമ്പ് പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ റൂമുണ്ട്, അവിടെ വന്ന് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ നേരം 11:15, രാത്രി 11:15. ഇനിയിപ്പോൾ ഞാൻ ജിദ്ദയിൽ പോകാൻ നിൽക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോസുമായിട്ട് പിന്നീട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വിടുക. ഓക്കെ, താങ്ക് യു.